നിയമസഭാ സമ്മേളനം വരാനിരിക്കെ ബാർക്കോഴ വിവാദത്തെ വീണുകിട്ടിയ രാഷ്ട്രീയായുധമാക്കുകയാണ് പ്രതിപക്ഷം. നിലവിൽ MP രാജേഷിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരുന്നത് എങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് UDFന്റെ നീക്കം. എക്സൈസ് മന്ത്രി നേരിട്ട് ഒരു അപേക്ഷ പോലീസിന് നൽകിയത് തന്നെ ഈ ബാർക്കോഴ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ആരോപണങ്ങളിൽ കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചിരുന്നു. തിരുവനന്തപുരം യൂണിറ്റ് SP മധുസൂദനന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം. എന്നാൽ ഈ അന്വേഷണത്തിൽ സത്യം പുറത്തുവരില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് UDF ആവശ്യം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാവില്ല. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ടൂറിസം മന്ത്രി. പ്രാഥമിക ആലോചന പോലും നടത്താത്തൊരു കാര്യത്തെക്കുറിച്ചൊരു കഥ സൃഷ്ടിച്ച് അതിനകത്ത് നിലപാട് UDFിലെ സ്വീകരിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞ പോലെ നിലപടി വളരെ വ്യക്തമായി എക്സൈസ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ലെങ്കിലും ബാർക്കോഴ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താനാണ് UDF തീരുമാനം. പ്രതിരോധിക്കാൻ ഭരണപക്ഷം കൂടി ഇറങ്ങുന്നതോടെ നിയമസഭാ സമ്മേളനമടക്കം പ്രക്ഷുബ്ധമാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.